നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ പോലീസ് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കിലെ സേഫ്റ്റി ഡിവൈസസ് ഇൻ മോട്ടോർ സൈക്കിൾസ്, അതായത് ഇരുചക്ര വാഹനങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, പിന്നെ നാല് വീലുള്ള വണ്ടികളിലെ സുരക്ഷാ ക്രമീകരണങ്ങളായ സേഫ്റ്റി ബെൽറ്റ്, കൊളാപ്സിബിൾ സ്റ്റിയറിംഗ്, സേഫ്റ്റി ബെൽറ്റ്, സ്പെഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ഇൻ ദാറ്റ് ആർ ഡ്രൈവൺ ഓൺ ഹിൽസ്, അതായത് ഹിൽ ഏരിയകളിൽ നമ്മൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലെ സേഫ്റ്റി റിക്വയർമെൻറ്റ്, പിന്നെന്താണ് എക്സംഷൻസ് ഓഫ് ആർമേഡ് വെഹിക്കിൾസ്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് റൂൾ 123 to 125L വരെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷൻസ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് റൂൾ 123 എന്താണെന്ന് നോക്കാം. റൂൾ 123, സേഫ്റ്റി ഡിവൈസ് ഇൻ മോട്ടോർ സൈക്കിൾ, അതായത് ഇരുചക്ര വാഹനങ്ങളിലെ സുരക്ഷാ ക്രമീകരണത്തിനായി വെച്ചിരിക്കുന്ന ഉപകരണങ്ങൾ. അപ്പോൾ എന്താണ് റൂൾ 123 പറയുന്നത്? ഓരോ മോട്ടോർ സൈക്കിളിൻ്റെയും നിർമ്മാതാവ് ഒരു പിലിയൻ റൈഡറിൻ്റെ സുരക്ഷയ്ക്കായി താഴെ പറയുന്ന സുരക്ഷാ ഉപകരണങ്ങൾ വാഹനത്തിൽ പിടിപ്പിച്ചിരിക്കണം. അതായത് പിലിയൻ റൈഡർ എന്താണ്? പിലിയൻ റൈഡർ എന്ന് വെച്ചാൽ കോ റൈഡർ, അതായത് ഡ്രൈവറെ കൂടാതെ കൂടെ ഇരുന്ന് സഞ്ചരിക്കുന്നയാൾ, അതായത് പുറകിലിരുന്ന് സഞ്ചരിക്കുന്നയാളാണ് എന്ത്? പിലിയൻ റൈഡർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വെച്ചിരിക്കേണ്ടത് സുരക്ഷയ്ക്കായിട്ട്? മോട്ടോർ സൈക്കിളിൻ്റെ വശത്തിലോ അല്ലെങ്കിൽ ഡ്രൈവർ സീറ്റിൻ്റെ പിന്നിലോ ഒരു ഹാൻഡ് ഹോൾഡർ, അതായത് പിടിച്ചിരിക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനായിട്ട് ഒരു ഹാൻഡ് ഹോൾഡർ വെച്ചിരിക്കണമെന്നാണ് ഈ നിയമത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്നത്. പിന്നീട് എന്താണ് വേണ്ടത്? മോട്ടോർ സൈക്കിളിൻ്റെ ഇരുവശങ്ങളിലും പിലിയൻ റൈഡറിനെ കാല് വയ്ക്കുന്നതിനായിട്ടുള്ള ഫുഡ് റെസ്റ്റും കൊടുത്തിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ കോ റൈഡറിൻ്റെ വസ്ത്രം പുറകിലെ വീലിൽ കുരുങ്ങി അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ എന്ത് വേണം? എന്തെങ്കിലും ഒരു സംവിധാനം വെച്ചിരിക്കണം. ഒരു കവർ, ആ വീല് കവർ ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ കേസിൽ, അതായത് വേറെ എവിടെയും പോയാൽ അങ്ങനൊരു കാര്യം കാണത്തില്ല. ഈ ടൂ വീലറുകളിൽ, നമ്മുടെ ഇവിടുത്തെ ടൂ വീലേഴ്സിലൊക്കെ ഒരു സാരി ഗാർഡ് പിടിപ്പിച്ചിരിക്കും അല്ലേ? വീലിൻ്റെ സൈഡിലായിട്ട് ഒരു സാരി ഗാർഡ് പിടിപ്പിച്ചിരിക്കും. എന്തിനാണ്? സാരി വീലിനകത്തോട്ട് കയറി കുരുങ്ങി അപകടങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കാൻ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ചെറിയ കണ്ടെയ്നേഴ്സ്, ചെറിയ സ്റ്റോറേജ് യൂണിറ്റുകൾ ഘടിപ്പിച്ച മോട്ടോർ സൈക്കിളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം സൊമാറ്റോ, സ്വിഗ്ഗി, അപ്പോൾ പിന്നെന്താണ് നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ ഡെലിവറി വാഹനങ്ങളില്ലേ? ഡെലിവറി വാഹനങ്ങളിൽ ഇതുപോലുള്ള ബോക്സുകൾ ഘടിപ്പിച്ചിട്ടാണ് പോകാറുള്ളത്. പക്ഷേ അങ്ങനെയുള്ള ബോക്സുകൾ ഘടിപ്പിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ പിടിപ്പിച്ചിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ നീളം 550 മില്ലിമീറ്ററും വീതി 510 മില്ലിമീറ്ററും ഉയരം 500 മില്ലിമീറ്ററിലും കൂടാൻ പാടില്ല. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കണ്ടെയ്നറിൻ്റെ ഭാരം അതിൻ്റെ മൗണ്ടിങ് ഉൾപ്പെടെ, അതായത് ഭാരവും അതിൻ്റെ വെച്ചിരിക്കുന്ന ആ മൗണ്ടിങ് ഉൾപ്പെടെ 30 കിലോഗ്രാമിൽ കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കണ്ടെയ്നർ പുറകെ ഇരിക്കുന്ന ആളിനിരിക്കാനുള്ള ആ ഭാഗത്താണ് പിടിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ആ പിലിയൻ റൈഡറിൻ്റെ സീറ്റിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ ആ വാഹനത്തിൽ പുറകിൽ വേറൊരാളെ ഇരുത്തി പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് അപകടം വരുത്തി വെക്കും. പിന്നെന്താണ്? വാഹനത്തിന് അനുവദനീയമായ ഭാരത്തിനുള്ളിലാണെങ്കിൽ മാത്രമേ പിലിയൻ റൈഡറിൻ്റെ സീറ്റിന് പിന്നിൽ കണ്ടെയ്നർ ഘടിപ്പിച്ച് യാത്ര ചെയ്യാൻ അനുവദിക്കൂ. അതായത് ആ പുറകിലെ യാത്രക്കാരൻ്റെ ഭാരവും കണ്ടെയ്നറിലെ ഭാരവും വാഹനത്തിന് അനുവദിച്ചിട്ടുള്ള ഭാരത്തിനുള്ളിലായിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓവർ വെയ്റ്റ് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇനി നമുക്ക് അടുത്ത റൂൾ നോക്കാം. റൂൾ 124. എന്താണ് 124 പറയുന്നത്? സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓഫ് കമ്പോണൻസ്, അതായത് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സേഫ്റ്റിക്ക് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ, അതായത് ഹാൻഡ് ഹോൾഡർ, ഫുഡ് റെസ്റ്റ്, ഇതിനെല്ലാം തന്നെ എന്താണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അംഗീകരിച്ച ഉപകരണങ്ങൾ മാത്രമേ ഇതിനായിട്ട് ഉപയോഗിക്കാവൂ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് റൂൾ 124A നോക്കാം. അതായത് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഓഫ് കമ്പോണൻറ്റ് ഫോർ അഗ്രികൾച്ചറൽ ട്രാക്ടേഴ്സ് ആൻഡ് കമ്പൈൻ ഹാർവെസ്റ്റേഴ്സ്. എന്താണ്? ട്രാക്ടേഴ്സിലും
കമ്പൈൻ ഹാർവെസ്റ്റേഴ്സിലും ഒക്കെ ഉപയോഗിക്കുന്ന കമ്പോണൻസിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ്. അതായത് കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ട്രാക്ടറിൻ്റെയും കമ്പൈൻ ഹാർവെസ്റ്ററിൻ്റെയും ഉപകരണങ്ങളുടെ സ്റ്റാൻഡേർഡിനെ പറ്റിയാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 124B ആണ്. എന്താണ്? സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓഫ് കമ്പോണൻറ്റ് ഫോർ പവർ ടില്ലേഴ്സ്. അതായത് പവർ ടില്ലേഴ്സിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഈ ടില്ലർ? ഓട്ടോമാറ്റിക്കായിട്ട് മണ്ണ് കിളയ്ക്കാൻ വേണ്ടി, കിളച്ച് മറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ടില്ലർ. ഇനി നമുക്ക് നോക്കാനുള്ളത് 124C ആണ്. 124C അതായത് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓഫ് കമ്പോണൻറ്റ് ഫോർ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് വെഹിക്കിൾ എന്നാണ്. അപ്പോൾ എന്താണ് ഈ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് വെഹിക്കിളിനകത്ത് വരുന്ന എന്തൊക്കെയാണ്? നമ്മുടെ JCBയും, പിന്നെ എന്താണ് ബുൾഡോസറും, പിന്നെ ടവർ ക്രെയിന്, പിന്നെ എന്താണ് നമ്മുടെ റോഡ് റോളർ, പിന്നെ ഫോർക്ക് ലിഫ്റ്റ്, ഇതെല്ലാം തന്നെ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് വെഹിക്കിളിനകത്ത് വരുന്നതാണ്. അതിലെ എക്യുപ്മെൻറ്റ്സിൻ്റെ കമ്പോണൻസിൻ്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ് 124C പറഞ്ഞിരിക്കുന്നത്. ഇനി 125 റൂൾ നമ്പർ 125 അതായത് സേഫ്റ്റി ബെൽറ്റ്, കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് കോളം, ഓട്ടോ ഡിപ്പർ ആൻഡ് പാഡഡ് ഡാഷ്ബോർഡ്സ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മോട്ടോർ സൈക്കിളും 3 വീലറും ഒഴികെയുള്ള എല്ലാ വാഹനത്തിലും മുൻസീറ്റ് യാത്രക്കാരനും ഡ്രൈവർക്കുമായിട്ട് സീറ്റ് ബെൽറ്റ് സ്ഥാപിച്ചിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ സബ് ക്ലോസ്. പിന്നെ എന്താണ്? എല്ലാ മോട്ടോർ വാഹനങ്ങളിലും റിയർ വ്യൂ മിറർ സ്ഥാപിക്കണം. അതായത് എല്ലാ വാഹനങ്ങളിലും എന്താണ്? കണ്ണാടി ഉണ്ടായിരിക്കണം. പുറകിലെ കാഴ്ചകൾ കാണാനും അപകടം കുറയ്ക്കാനുമായിട്ട് ഒരു മിറർ ഘടിപ്പിച്ചിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാഹന നിർമ്മാതാക്കൾ തങ്ങളുടെ ഫാക്ടറിയിൽ രാജ്യത്തെ വിവിധ വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് മോട്ടോർ വാഹനം കൊണ്ടുപോകാൻ ഏർപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കുലേറ്റഡ് അല്ലെങ്കിൽ ട്രക്ക് ട്രെയിലർ വാഹനങ്ങളിൽ റിയർ വ്യൂ ക്യാമറ സ്ഥാപിച്ചിരിക്കണം. അതായത് എന്താണ് ഈ ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ? എന്താണ്? ട്രെയിലർ ലോറികളിലെ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങളിൽ ഒരു റിയർ വ്യൂ ക്യാമറ സ്ഥാപിച്ചിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ? അത്രയും നമുക്ക് കണ്ണാടി മാത്രം വെച്ചിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം ക്യാബിൻ്റെ പുറകിൽ ഈ കണ്ടെയ്നർ ഉയർന്ന് നിൽക്കുന്ന കാരണം നമുക്ക് പുറകിലെ കാഴ്ചകൾ സാധ്യമായിരിക്കത്തില്ല ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഒരു റിയർ വ്യൂ ക്യാമറ നിർബന്ധമായും വെച്ചിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2015 ഏപ്രിൽ 1 ശേഷം നിർമ്മിക്കുന്ന M1 വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങളിൽ ചുരുങ്ങിയത് ഒരു ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റം സ്ഥാപിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് കോളമാണ്. എന്താണ് കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് കോളം? അപ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ ചലനം സ്റ്റിയറിംഗ് മെക്കാനിസത്തിലേക്ക് കൈമാറുന്ന ഭാഗമാണ് എന്ത്? സ്റ്റിയറിംഗ് കോളം. അപ്പോൾ ഈ കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ഈ സാധാരണ സ്റ്റിയറിംഗ് ഉള്ള വാഹനങ്ങളിലാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, വാഹനം ഇപ്പം മുന്നോട്ട് പോയി ഇടിച്ചു, അല്ലെങ്കിൽ വേറൊരു വണ്ടി മുന്നിൽ വന്ന് ഇടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്റ്റിയറിങ്ങിൽ ഡ്രൈവറിൻ്റെ മുഖമോ നെഞ്ചോ ഒക്കെ ഇടിച്ച് ഗുരുതരമായ പരിക്കുകളുണ്ടാവും. സ്റ്റിയറിങ് ഇടിച്ച് കയറി നെഞ്ചും കൂടെ അങ്ങ് തകർന്ന് നല്ല പോലെ അപകടം ഉണ്ടാവും. നല്ല പോലെ എന്താണ് ഡാമേജ് വരും, ഇഞ്ചുറി വരും. അപ്പോൾ ഈ കൊളാപ്സിബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ അപകട സമയത്ത് ഈ സ്റ്റിയറിംഗ് കോളം എന്ത് സംഭവിക്കും? അങ്ങ് തകർന്നു പോവും. അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ തകർന്നു പോകാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഏത് സമയത്ത്? അപകടം ഉണ്ടായാൽ മാത്രമേ തകരത്തുള്ളൂ കേട്ടോ. അപകട സമയത്ത് തകരാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് എന്ത്? കൊളാപ്സിബിൾ സ്റ്റിയറിങ്. അപ്പോൾ എന്ത് പറ്റും? വാഹനാപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിൽ ഇടിച്ചുള്ള അപകടം ഒഴിവാക്കാൻ സഹായിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓട്ടോ ഡിപ്പർ ആണ്. ഓട്ടോ ഡിപ്പർ എന്താണ്? ഓട്ടോ ഡിപ്പർ അപ്പോൾ എന്താണ് ഓട്ടോ ഡിപ്പർ സിസ്റ്റം? അതായത് ഒരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണിത്. കാരണം ഇത് തന്നെ എന്താണ് ലോ ബീമിലോട്ട്, നമ്മുടെ വാഹനത്തിൻ്റെ പ്രകാശം ലോ ബീമിലോട്ട് തന്നെ മാറ്റിക്കളയും. എപ്പോഴാണ്? ഒരു ഹൈ ബീം ലൈറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ലൈറ്റ് ലോ ബീമിലോട്ടാക്കിയിട്ട് പെട്ടെന്ന് നമുക്കൊരു അന്ധത വരാനുള്ള എന്താണ് ആ ഒരു സാധ്യത അങ്ങ് ഇല്ലാതാക്കി കളയുക. അങ്ങനെ അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? ഓട്ടോ ഡിപ്പർ. ഇനി നമുക്ക് നോക്കാനുള്ളത് പാഡഡ് ഡാഷ്ബോർഡാണ്. പാഡഡ് ഡാഷ്ബോർഡ് അതെന്താണ്? വാഹനാപകടം മൂലം ഉണ്ടാകുന്ന നെഞ്ചിലെയും മുഖത്തിലെയും ആഘാതം കുറയ്ക്കാനാണ് പാഡഡ് ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് എന്താണ്?
ഈ എന്തെങ്കിലും പോയി ഇടിച്ചാൽ തന്നെ ആ ആഘാതത്തിനെ പിടിച്ചെടുക്കാൻ പറ്റും. അതായത് ആ ആഘാതത്തിൻ്റെ ശക്തി കുറയ്ക്കാൻ സാധിക്കും ഈ പാഡ് ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് റൂൾ 125A എന്താണെന്ന് നോക്കാം. എന്താണ്? സേഫ്റ്റി ബെൽറ്റ് ഇൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് വെഹിക്കിൾ ആൻഡ് കമ്പൈൻ ഹാർവെസ്റ്റേഴ്സ്. അപ്പോൾ എല്ലാ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് വാഹനങ്ങളിലും കമ്പൈൻ ഹാർവെസ്റ്ററുകളിലും സേഫ്റ്റി ബെൽറ്റും റിയർ വ്യൂ മിററും സ്ഥാപിക്കണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് നോക്കാനുള്ളത് റൂൾ 125B ആണ്. അതായത് സ്പെഷ്യൽ റിക്വയർമെൻറ്റ് ഫോർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ദാറ്റ് ആർ ഡ്രിവൺ ഓൺ ഹിൽസ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മലയോര പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഫോഗ് ലാമ്പ് നിർബന്ധമായും വേണം. നമ്മുടെ ഇടുക്കി ഏരിയയിലൊക്കെ ആണെങ്കിൽ മൊത്തം ജീപ്പുകളായിരിക്കും അല്ലേ? അപ്പം ഇതിന് എന്തൊക്കെ ആണ് ആവശ്യമായിട്ടുള്ളത്? പവർ സ്റ്റിയറിങ് വേണം. പവർ സ്റ്റിയറിങ് ഇല്ലെങ്കിലും ഓടിക്കാം, എന്നാലും ഇച്ചിരിയുടെ നമുക്കൊരു കൺട്രോൾ കിട്ടും. അപ്പോൾ എന്തൊക്കെ വേണം? മലയോര മേഖലകളിൽ സഞ്ചരിക്കുമ്പോൾ ഫോഗ് ലാമ്പ് വേണം, പവർ സ്റ്റിയറിങ്, ഡീമിസ്റ്റിങ്. അതായത് എന്താണ് ഡീമിസ്റ്റിങ്? നമ്മുടെ മോയ്സ്ചർ, ഈർപ്പം കെട്ടി നിൽക്കുന്ന ഗ്ലാസ്സിലൊക്കെ ഈർപ്പം കെട്ടി നിൽക്കുന്നതിനെ ഉരുക്കി കളയാൻ വേണ്ടി ഉള്ള ഡീമിസ്റ്റിങ് സംവിധാനം. അപ്പോൾ ഇതെല്ലാം സജ്ജീകരിക്കേണ്ടതാണെന്നാണ് 125Bയിൽ പറഞ്ഞിരിക്കുന്നത്. 2017 ഒക്ടോബർ 1 അതിനുശേഷമോ മലയോര മേഖലയിൽ ഓടിക്കുന്ന M2 കാറ്റഗറിയിൽപ്പെട്ട ബസ്സുകൾക്ക് ആൻറ്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഘടിപ്പിച്ചിരിക്കേണ്ടതാണ്. അതായത് ABS ഘടിപ്പിച്ചിരിക്കേണ്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് റൂൾ 125C ആണ്. അതായത് ബോഡി ബിൽഡിംഗ് ആൻഡ് അപ്രൂവൽ. അതായത് ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ അപ്രൂവലും ആണ്. അതിനെക്കുറിച്ചാണ് 125Cയിൽ പറഞ്ഞിരിക്കുന്നത്. 125D നോക്കാം. ഇനി 125Dയിൽ എന്താണ്? അപ്രൂവൽ ഓഫ് കാറ്റഗറി T ആണ്. അപ്പോൾ എന്താണ് കാറ്റഗറി T വെഹിക്കിൾസ്? എന്താണ്? അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി ട്രാക്ടേഴ്സ് ആൻഡ് ദെയർ ട്രെയിലേഴ്സ് ആണ്. എന്താണ്? ട്രാക്ടറുകളും പിന്നെ മറ്റ് നമ്മളെ ഫോറസ്ട്രി ട്രാക്ടേഴ്സും ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 125E ആണ്. അതായത് സ്പെഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ട്രാൻസ്പോർട്ടിംഗ് ലൈവ് സ്റ്റോക്ക്. അതായത് മൃഗങ്ങളെ കൊണ്ടുപോകുന്നതിനുള്ള മോട്ടോർ വാഹനത്തിൻ്റെ ബോഡിയിൽ സ്ഥിരമായ പാർട്ടീഷൻസ് ഉണ്ടായിരിക്കണം. ഓരോ പാർട്ടീഷനിലും ഓരോ മൃഗങ്ങളെ പ്രത്യേകം കൊണ്ടുപോകണം. ഇനി പാർട്ടീഷൻ്റെ വലിപ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. പശുക്കളും എരുമകളും ആണെങ്കിൽ 2 സ്ക്വയർ മീറ്റർ വേണമെന്നാണ് പറയുന്നത് ഒരു പാർട്ടീഷൻ. കുതിരകളാണെങ്കിൽ 2.25 സ്ക്വയർ മീറ്റർ. ചെമ്മരിയാടോ അല്ലെങ്കിൽ ആടോ ആണെങ്കിൽ 0.3 സ്ക്വയർ മീറ്റർ. പന്നികളാണെങ്കിൽ 0.6 സ്ക്വയർ മീറ്റർ. കോഴികളാണെങ്കിൽ 40 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ മൃഗങ്ങളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ മൃഗങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് മറ്റ് ചരക്കുകളൊന്നും തന്നെ കൊണ്ടുപോകാൻ പാടില്ല. മൃഗങ്ങളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് RTOയുടെ പ്രത്യേക ലൈസൻസ് വേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് റൂൾ 125F ആണ്. അതായത് ടൈപ്പ് ഓഫ് അപ്രൂവൽ ഓഫ് റോഡ് ആംബുലൻസ് ഓഫ് വെഹിക്കിൾ കാറ്റഗറീസ് L&M. എന്താണ് L&M കാറ്റഗറീസ്? L കാറ്റഗറി എന്ന് പറഞ്ഞാൽ 3 വീൽഡ് വെഹിക്കിൾസ്, അതായത് ഓട്ടോറിക്ഷയൊക്കെയാണ്. അതേസമയം M വെഹിക്കിൾസ് എന്താണ്? 4 വീലുകൾ ഉള്ള വാഹനം, പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ സാധിക്കുന്ന 4 വീലുള്ള വാഹനമാണ് M കാറ്റഗറി വെഹിക്കിൾസ്. ഇനിയുള്ളത് എന്താണ്? 125G, അതായത് അപ്രൂവൽ ഓഫ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ്. പിന്നെയുള്ളത് 125H ആണ്. അത് പ്രൊവിഷൻ ഓഫ് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് ആൻഡ് എമർജൻസി ബട്ടൺ. അതായത് പബ്ലിക് സർവീസ് വെഹിക്കിളിലും വാഹന ലൊക്കേഷൻ ട്രാക്കിംഗ് ഉപകരണം ഒന്നോ അതിലധികമോ എമർജൻസി ബട്ടണുകളും സജ്ജീകരിച്ചിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഈ നിയമം 2 വീലറിനും ഈ റിക്ഷകളിലും മുച്ചക്ര വാഹനങ്ങളിലും ഇത് ബാധകമല്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് റൂൾ 125I ആണ്. എന്തിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? മോഡുലാർ ഹൈഡ്രോളിക് ട്രെയിലർ. എന്താണ് മോഡുലാർ ഹൈഡ്രോളിക് ട്രെയിലർ? സ്വിംഗ് ആക്സിൽ, പിന്നെ ഹൈഡ്രോളിക് സസ്പെൻഷൻ, സ്വന്തമായിട്ട് സ്റ്റിയറബിളായ ആക്സിലുകൾ, 2ഓ അതിലധികമോ ആക്സിലുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള പ്ലാറ്റ്ഫോം ട്രെയിലർ യൂണിറ്റാണ് ഹൈഡ്രോളിക് മോഡുലാർ ട്രെയിലർ. അപ്പോൾ 2ഓ അതിലധികമോ യൂണിറ്റുകൾ നമുക്ക് ഇതിനകത്ത് ചേർത്ത് ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കും.
അപ്പോൾ ഈ ട്രെയിലർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അമിതമായിട്ടുള്ള ഭാരം വഹിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് 125J ആണ്. അതായത് ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്പെസിഫിക് റിക്വയർമെൻറ്റ് ഫോർ A6 ആൻഡ് A7 കാറ്റഗറി ഇലക്ട്രിക് പവർ ട്രെയിൻ അഗ്രികൾച്ചറൽ ട്രാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഹൈബ്രിഡ് ഇലക്ട്രിക് അഗ്രികൾച്ചറൽ ട്രാക്ടറും പ്യുവറായിട്ട് ഉള്ള ഇലക്ട്രിക് അഗ്രികൾച്ചറൽ ട്രാക്ടറിനെയും കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉപയോഗിക്കേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റുകളെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉള്ളത് 125K ആണ്. സേഫ്റ്റി റിക്വയർമെൻറ്റ് ഓഫ് റോഡ് ട്രെയിൻ. അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ കറക്റ്റായിട്ടുള്ള സിഗ്നലിംഗ് സിസ്റ്റംസ് വേണം, ടയർ പ്രഷർ എപ്പോഴും അളക്കാനുള്ള ഉപകരണങ്ങൾ വേണം, അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റംസ് വേണം, പിന്നെന്താണ് മാൻഡേറ്ററി ആയിട്ട് സേഫ്റ്റി എക്വിപ്മെൻറ്റ്സ് എങ്ങനെയാണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ പോലെയുള്ള സേഫ്റ്റി ഉപകരണങ്ങളൊക്കെ വെച്ചിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 125L എന്താണെന്ന് നോക്കാം. 125L എന്താണ്? സ്പെസിഫിക് എക്സംഷൻ ഫോർ ആർമേഡ് വെഹിക്കിൾസ് ആണ്. അപ്പോൾ എന്തൊക്കെ എക്സംഷൻസ് ആണ് ഇവിടെ ഉള്ളത്? ആർമേഡ് വാഹനങ്ങൾക്ക് നമ്മുടെ സാധാരണ വണ്ടികൾക്ക് BS6ഉം BS4ഉം ഒക്കെ എമിഷൻ നോംസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇതിന് ബാധകമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഈ ആർമേഡ് വെഹിക്കിൾസൊക്കെ നമ്മുടെ ഈ നിരപ്പ് പ്രദേശങ്ങളിലൊന്നുമല്ല സഞ്ചരിക്കുന്നത്. ഭയങ്കര ഹാർഷായിട്ടുള്ള ടെറൈൻസിലാണ് ഈ ആർമേഡ് വെഹിക്കിൾസൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്താണ്, അങ്ങനത്തെ എൻജിൻസൊക്കെ നല്ല പോലുള്ള എമിഷന് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെന്താണ്? ഇൻറ്റീരിയർ മിറർ വെക്കാനും ബാധകമല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു റിയർ വ്യൂ ക്യാമറ സേഫ്റ്റിക്കായിട്ട് ഉപയോഗിക്കാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിയർ വിഷൻ പോസിബിൾ ആക്കാൻ ഒരു റിയർ വ്യൂ ക്യാമറ പിടിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് കവചിത വാഹനം? വ്യക്തികളുടെയോ ചരക്കുകളുടെയോ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്ന M അല്ലെങ്കിൽ N വിഭാഗത്തിൽപ്പെട്ട ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള ബുള്ളറ്റ് വിരുദ്ധ കവച പ്ലേറ്റിംഗ് ഉള്ള, അതായത് ആൻറ്റി ബുള്ളറ്റ് ആർമർ പ്ലേറ്റിംഗ് ഉള്ള സ്പെഷ്യൽ പർപ്പസ് വാഹനങ്ങളെക്കുറിച്ചാണ് എന്താണ് ഈ ആർമേഡ് വെഹിക്കിൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.